ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നൊരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് ഒന്നല്ല കേട്ടോ. ഞാനിപ്പോൾ വൈകുന്നേരം കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ നിൽക്കുവാന്ന്. ഇപ്പം നിന്നാണ്ട് വീട്ടിലാണ് കേട്ടോ ഉള്ളത്. നിന്നാണ്ട് അതിങ്ങനെ ചിരിക്കുന്നുണ്ട്. ഇപ്പം നല്ല തിരക്കാണ്, ഓണത്തിൻ്റെ തിരക്കാട്ടോ. കുറച്ച് ഓർഡേഴ്സ് പെൻഡിങ് ഉണ്ട്, അതൊക്കെ അയച്ചു കൊടുക്കൽ, പാക്കിങ്, പിന്നെ കസ്റ്റമർ ചോദിക്കുമ്പോൾ നമ്മളെ സ്റ്റോക്കൊന്ന് ഫോട്ടോസ് അയച്ചു കൊടുക്കൽ, അങ്ങനെ എന്തൊക്കെയോ തിരക്കായിരുന്നു. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ചിക്കൻ കറി വെക്കാൻ നോക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി നമ്മളെ ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തക്കാളി, പിന്നെന്താ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വറുത്തരച്ചിട്ട് വെക്കാമെന്ന് വെച്ചാൽ തേങ്ങയെല്ലാം സെറ്റാക്കി വെച്ചു. പിന്നെ അമ്മ ചിക്കൻ കഴുകി അതിൽ ഞാൻ മസാലയെല്ലാം പുരട്ടി അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടാണ് പോയത്. ഇനിയിപ്പം ഉണ്ടാക്കിയേ വേണ്ടുള്ളൂ കേട്ടോ. അപ്പോൾ സമയം നിങ്ങൾക്ക് പുറത്ത് നോക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടാക്കുക, ജനലിലൂടെ പുറത്തൊക്കെ എല്ലാവരും ഇത്തിരി വെളിച്ചം കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ സന്ധ്യ ആയിട്ടുണ്ട് സമയം കേട്ടോ. അപ്പോൾ നമുക്കിനി ചിക്കൻ കറി ഉണ്ടാക്കി തുടങ്ങാം. അങ്ങനെ ഉള്ളി ഇതെല്ലാം ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ ഇത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ ചിക്കൻ കറി തന്നെ കുറേ റെസിപ്പിയെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ റെസിപ്പി വീഡിയോ അങ്ങനെയൊന്നുമല്ല, കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഓണത്തിൻ്റെ കളക്ഷൻസ്, പാക്കിങ്, പിന്നെ നല്ല അടിപൊളി സാരികളുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ കേട്ടോ. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു സംഭവം, നമ്മളെ ബാട്ടിക് പ്രിൻറ്റിൻ്റെ പുതിയ മെറ്റീരിയൽസ് ഇല്ലേ, അത് വീഡിയോസ് കണ്ടവർ വളരെ കുറച്ചാണ് കേട്ടോ. നമ്മളിപ്പോൾ 8000 സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടെങ്കിലും വീഡിയോ കണ്ടത് വെറും 100 സംതിങ് ആയോ എന്നറിയില്ല. ഞാനിപ്പോൾ ഇട്ടിരുന്ന സമയത്ത് 80 സംതിങ് എങ്ങാനേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. അങ്ങനെ നമ്മളെ സ്റ്റോക്ക് കൊണ്ടുവന്ന് അത് പൊളിച്ച് അതിൻ്റെ അകത്തുനിന്ന് നമ്മളെ തുണിയെടുത്ത് വെച്ച് എന്നിട്ട് ക്യാമറയെല്ലാം സെറ്റ് ചെയ്ത് മൊത്തം ഓപ്പൺ ആക്കിയിട്ടൊക്കെ വീഡിയോ എടുത്ത് അത് കഴിഞ്ഞിട്ട് അത് എഡിറ്റ് ചെയ്ത് അത് കഴിഞ്ഞ് അതൊക്കെ മടക്കി വെച്ച് അങ്ങനെയും കഷ്ടപ്പെട്ട് സ്റ്റോക്കെല്ലാം എടുത്തിട്ട് നോക്കുന്നിട്ട് അത് വീഡിയോ കണ്ടവർ വളരെ കുറവായിരുന്നു. അപ്പം എന്താ സംഭവം എന്നറിയില്ല, നോട്ടിഫിക്കേഷൻ കിട്ടാനായിട്ടാണോ, പിന്നെ ഞാനിപ്പോൾ റെഗുലറായിട്ട് എനിക്ക് അങ്ങനെ വീഡിയോസ് ഇടാൻ പറ്റുന്നില്ല, അതുകൊണ്ട് റീച്ച് പോയതാണോ എന്നാണെന്നറിയില്ല. അപ്പോൾ ഭയങ്കര വിഷമമായിപ്പോയി കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കാം. നമ്മളെ ഈ വീഡിയോൻ്റെ തൊട്ട് മുന്നിലത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ വന്നിട്ട് എന്തോ തമാശ പറഞ്ഞിട്ട് പോയിന്. ഓക്കെ, അപ്പോൾ റിക്കൂട്ടൻ അവിടുന്ന് എനിക്കൊന്ന് കാർട്ടൂൺ കാണുന്നതാണ് കേട്ടോ, ഓർമ്മയില്ല. കുറച്ച് ദിവസമായി ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട്, ഈ ഓണത്തിരക്ക് സെയിലൊക്കെ കാരണം, പിന്നെ കുറച്ചൊരു മടിയും അങ്ങനെ വീഡിയോ എടുക്കാൻ വൈകിപ്പോയതാണ് കേട്ടോ. സോറി, അപ്ലോഡ് ചെയ്യാൻ വൈകിപ്പോയതാണ് കേട്ടോ. വീഡിയോ ഇത്തിരി സ്പീഡാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മെറ്റീരിയൽ വേണ്ടവർ ഞാൻ ആ വീഡിയോ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ അത് കൂടാണ്ട് നിങ്ങളെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അമ്മമാർക്കോ ആൻറ്റിമാർക്കൊക്കെ വേണമെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അപ്പോൾ ഇതാ നമ്മളെ ഉള്ളിയും തക്കാളിയും ഞാൻ അങ്ങനെ എല്ലാം കൂടി ഒന്നിച്ചിട്ടങ്ങ് വഴറ്റി കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുവാണ്. അങ്ങനെ നമ്മളെ ചിക്കനും എല്ലാം കൂടി ഇട്ട് നമ്മളെ വറുത്തരച്ചതും കൂടി ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട്, എല്ലാം ഇട്ടിട്ട് ഇതാ മൂടി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ അതവിടുന്ന് ചിക്കൻ കറി ആകുന്ന സമയം കൊണ്ട് നമുക്ക് ഇത്തിരി പാത്രം കഴുകാനുണ്ട്, അതൊന്ന് കഴുകിയേക്കാം. ഒന്നുമില്ല, നമ്മളെ മിക്സിയുടെ ആ ഒരു ജാറ്, പിന്നെ അതുപോലെ തന്നെ നമ്മളെ ചിക്കൻ നല്ല പുരട്ടി മസാലയൊക്കെ തേച്ച് വെച്ച ഒരു പാത്രം, പിന്നെ നമ്മളെ കട്ടിംഗ് ബോർഡ്, കത്തി, അത്രയേ ഉള്ളൂ. അങ്ങനെ അപ്പോൾ അതൊന്ന് കഴുകി വെക്കണം. അങ്ങനെ കഴുകുവാണ്. പിന്നെ എല്ലാ സ്ഥലത്തും ഓണവിശേഷമെല്ലാം എന്തുണ്ട്, ഞാൻ കുറേ കാലമായി ഇങ്ങനെ ഒന്ന് ഇരുന്ന് വർത്താനെല്ലാം പറഞ്ഞിട്ടല്ലേ, നമുക്ക് ഒരിങ്ങനെ ലൈവ് വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. പിന്നെ വിചാരിക്കും മതി. അപ്പോൾ ലൈവെല്ലാം ഒരു ദിവസം വരാം, എന്നാൽ പിന്നെ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്നൊക്കെ വർത്താനെല്ലാം പറയാമല്ലോ, അതിന് സമയം വേണ്ടല്ലേ. ഓക്കെ, അപ്പോൾ കട്ടിംഗ് ബോർഡിനെ പറ്റിയിട്ട് അന്ന് ആരൊക്കെയോ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഇപ്പോൾ വേണ്ടല്ലോ വെച്ച് നീട്ടിക്കൊണ്ട് പോയതാണ്. പിന്നെ എന്തായാലും വീഡിയോയിൽ എടുക്കുമ്പം നിങ്ങളെ കാണിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഇതാ പുതിയ കട്ടിംഗ് ബോർഡ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് സംഭവം നല്ല സാധനമാണ്, നല്ല വെയ്റ്റ്ലെസ്സും ആണ്, അതുപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും നല്ലതാണ്. ഞാൻ വിചാരിച്ചത് പൊതുവേ ഇതിൽ കട്ട് ചെയ്യുമ്പോൾ അങ്ങനെ സൗണ്ട് കേൾക്കുന്നു, എനിക്ക് ഈ കട്ടിംഗ് ബോർഡ് ഇല്ലാണ്ട് നടക്കൂല കേട്ടോ. പക്ഷേ ഇത് നല്ലതാണ്, അങ്ങനെ മുറിക്കുമ്പം കടകടയോ ഒച്ച സംഭവങ്ങൾ അങ്ങനെയൊന്നുമില്ല, അതുകൊണ്ട് നല്ലൊരു സംഭവം തന്നെയാണ് കേട്ടോ.
അങ്ങനെ പിന്നെ കേക്കെല്ലാം കഴിച്ചാട്ടാ. കേക്ക് എന്ന് പറയുന്നത് നമ്മൾ ശരത്തേട്ടൻ്റെ ഏട്ടൻ്റെ മോളുണ്ട്, അപ്പോൾ അവളെ പിറന്നാളായിരുന്നു. അങ്ങനെ അവിടുന്ന് കൊണ്ടുവന്ന കേക്കായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നമ്മളെ ധന്യാൻ്റീൻ്റെ കേക്ക് ഉണ്ടായിരുന്നു ഒന്ന്. അപ്പോൾ ധന്യാൻ്റെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സോഫ്റ്റ്, അതിൻ്റെ ക്രീമും എല്ലാം നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന്. അപ്പോൾ നമ്മൾ ഓർഡറുകൾ പാക്ക് ചെയ്യൽ ഇനി അതൊക്കെയാണ് അടുത്ത പണി കേട്ടോ. അപ്പോൾ ഉച്ചക്കൊക്കെ DTDC പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സ്റ്റോക്കെല്ലാം എടുത്തിട്ട് വന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ നമുക്ക് പാക്കാക്കാനുള്ള സാരികളാണ് കേട്ടോ. നല്ല അടിപൊളി ലിനനിൽ വരുന്ന സാരിയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. എല്ലാ സാരികളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് മടക്കി വെച്ചത് ഇതിപ്പം സാരികൾ ഞാൻ പറഞ്ഞത് റിക്കോർഡിനോട് ഞാൻ അങ്ങനെ ആംഗ്യം കാണിച്ചതാണ്. കണ്ടില്ലേ, ഇതുപോലെ വരും. നല്ല അടിപൊളി സാരിയാണ്. ലിനനാണ് ഇത് മെറ്റീരിയൽ വരുന്നത് കേട്ടോ. റിക്കോർഡിന് അതിൻ്റെ അടുക്ക് വന്നിട്ട് ഉമ്മെല്ലാം തന്നിട്ട് പോയതാണ്. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് പീസ് വന്നിട്ട് ഈ ഒരു മഞ്ഞാണ്. ബ്ലൗസ് പീസ് എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. പക്ഷേ നമുക്ക് വേറൊരു ബ്ലൗസ് പീസ് അങ്ങനെ എടുത്തിട്ടൊക്കെ ഇടുകയാണെങ്കിൽ, അല്ലെ പിന്നെ നമ്മൾ ബ്ലൗസ് അടിക്കുമ്പം മറ്റേ എന്താ കൈയില്ലാണ്ട് സ്ലീവ്ലെസ് ആയിട്ട് അങ്ങനെ അടിക്കണം. അങ്ങനെയാണെങ്കിൽ നല്ല രസമുണ്ട്. അപ്പം അതാണ് ഈ ഒരു സാരി. ഞാൻ നിവർത്തുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ ഇത് മടക്കി പിന്നെ പാക്ക് ചെയ്യുമ്പോൾ ആ ഒരു പാക്കിങ്ങിൻ്റെ ആ ഒരു വൃത്തി ചിലപ്പം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇതൊക്കെ ഓർഡർ കിട്ടിയ സാരികൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ കാണിച്ച കോപ്രായം വേറൊന്നല്ല, ഞാൻ ഈ ഒരു സാരി മുന്നേ നമ്മളെ ഷോർട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സാരിയാണ് കേട്ടോ അത്. പിന്നെ അടുത്ത വരുന്നത് ഇതാ ഈ ഒരു അടുത്ത സാരി കാണിക്കുമ്പോഴേക്ക് റെക്കോർഡിന് അവിടുന്ന് കയറി മറിഞ്ഞ് കുരുത്തക്കേട് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അടുത്തൊരു സാരി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ലിനനിൽ വരുന്ന ഒരു നമ്മളെ സാധാരണ സെറ്റ് സാരി ഇല്ല, അതൊക്കെ പോലത്തെ ഒരു സാരിയാണ്. പക്ഷേങ്കിൽ ഇത് ലിനനാണ് സംഭവം. കുറേ പൂക്കളൊക്കെ പ്രിൻ്റായിട്ടുള്ള വളരെ ഭംഗിയുള്ള സാരിയാണ്. ഞാൻ റിക്കോർഡിനെ ചീത്ത പറയുന്നതാണ് കേട്ടോ. ഒരു പണിയെടുക്കാൻ വിടാണ്ട് നീ എന്നാ കളിക്കുന്നത് അതിൻ്റെ നടുക്ക് നിന്നിട്ട് പറഞ്ഞിട്ട് ഇതാണ് എൻ്റെ ദേഷ്യം മുഖം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളെ സാരി വരുന്നത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. ഇതിപ്പോൾ നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല, അങ്ങനെയല്ല വീഡിയോയിലൂടെ കാണുമ്പോൾ എങ്ങനെയാണെന്നല്ല, നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി ഭംഗിയുണ്ട് കേട്ടോ. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഉള്ളിലുണ്ട്, അത് ഞാൻ കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അത് ആ കുഞ്ഞു കുഞ്ഞു പൂക്കളുള്ളതാണ്, കുഞ്ഞു അതാണ് ബ്ലൗസ് പീസ് വരുന്നത്. അതിൻ്റെ തുമ്പാണ് ഈ കാണുന്നത് കേട്ടോ. കണ്ട ഇങ്ങനെ ചാടി വീണതില്ല, അതാണ് അതിൻ്റെ നമ്മളെ എന്താ പറയുന്നത് അറ്റം വരുമല്ലേ നമ്മുടെ സാരീൻ്റെ അകത്ത് കേട്ടോ. അപ്പോൾ അതിൻ്റെ അടുക്ക് അതൊന്നും ഇങ്ങോട്ടായപ്പോൾ ഞാനത് മടക്കാൻ ഓടിപ്പോയതാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓർഡർ കിട്ടിയ സാരിയാണ്, അപ്പോൾ അതുപോലെ മടക്കൽ റിസ്ക് ആയിരിക്കും. അതുകൊണ്ട് അതുപോലെ പാക്ക് ചെയ്ത് അയക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റി നല്ല നല്ല സാരികളുണ്ട് കേട്ടോ നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു ഓർഡർ കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് എടുക്കൽ. അപ്പം ജസ്റ്റ് നമ്മളെ വാട്സപ്പ് നമ്പറൊന്ന് നിങ്ങൾ സേവ് ആക്കി വെക്കുകയാണെങ്കിൽ അതിൽ എല്ലാ സംഭവങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമ്മളെ അടുത്ത ഒരു അടിപൊളി സെറ്റ് സാരിയാണ് കേട്ടോ. ഇതിൻ്റെ തന്നെ ഒരുപാട് വേറെ മീൻസ് നല്ല ചെമ്പരത്തീൻ്റെ പൂക്കളുള്ളത്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഓഫ് കളേഴ്സ് ഇത് നമുക്ക് ഷെയ്ഡ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ അടുത്ത ഒരു സാരി എന്ന് പറയുന്നത്. നല്ല രസമില്ല, ഇത് നമ്മളെ ടിഷ്യൂ അല്ല, പക്ഷേ ടിഷ്യൂ മോഡൽ ആ ഒരു സാരിയാണ് കേട്ടോ. നമുക്ക് അടുത്ത സാരി ഒന്ന് കണ്ടോക്കാം. ഇതും എല്ലാ സാരികളും ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഓർഡർ ആയിട്ടുള്ളതാണ്. പക്ഷേങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വരുത്തിക്കാം. അതുകൊണ്ട് ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇത് കണ്ട നല്ല അടിപൊളി സാരി, നമുക്ക് കല്യാണത്തിനും അല്ലാതെ ഫംഗ്ഷനൊക്കെ പോകാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കിടിലൻ സാരിയാണ്. നല്ല ഒതുങ്ങി നിൽക്കുന്ന നല്ല സാരിയാണ് കേട്ടോ. നല്ല കളറും അല്ല, ഇതിൻ്റെ ബ്ലാക്കൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യാം. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ചിലപ്പോൾ നായി കുരക്കുന്നെല്ലാം സൗണ്ട് കേൾക്കാം. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ അതിൻ്റെ വായടക്കി വെക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമ്മൾ അതുമായി പൊരുത്തപ്പെട്ട് പോവുക. അപ്പോൾ കണ്ടില്ല, അടിപൊളി സാരിയാണ് കേട്ടോ. അങ്ങനെ റിക്കോർഡിന് ഇതാ വണ്ടികളെല്ലാം എടുത്ത് മുകളിലേക്ക് വന്നിട്ടായിരുന്നു നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ചോറെല്ലാം തിന്ന് കഴിഞ്ഞ് എന്നിട്ട് പിന്നെ മുകളിലേക്ക് വന്നതാണ് കേട്ടോ. ഏകദേശം ഉറങ്ങേണ്ട വട്ടത്തിലാണുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ പണി ബാക്കി നമ്മളെന്താ സാരി പരിപാടി, അത് പാക്കിങ്, പിന്നെ കസ്റ്റമേഴ്സിന് റിപ്ലൈ കൊടുക്കൽ, അതെല്ലാം ചെയ്യുവാന്ന്. അതിൻ്റെ ഇടയിൽ നമ്മൾ റിക്കോർഡിങ് ഇങ്ങനെ കൊണ്ട് കളിക്കുന്നുണ്ട്. ആ ഒരു സമയത്താണ് റിക്കോർഡിൻ്റെ വണ്ടീൻ്റെ എന്തോ സ്ക്രൂ പോയി എന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ ആ ഒരു ദിവസം ഞാൻ കിടന്നുറങ്ങിയത് 12 മണിയായിട്ടായിന്. അപ്പോൾ അപ്പോഴത്തെ കൈ കാണുന്നത് അമ്മേൻ്റെയാണ് കേട്ടോ. അപ്പോൾ ഞാനും അമ്മ റിക്കോർഡിനാണ് കിടക്കൽ. അങ്ങനെ നമ്മൾ വർത്താനം പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ്. അപ്പോൾ ഇതാ പാക്കിങ്ങും പരിപാടിയും കാര്യങ്ങളൊക്കെ നടക്കുവാണ് കേട്ടോ.
അപ്പോൾ ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ ഞാൻ അന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായിട്ടില്ലേ, അന്നേ ഓർഡർ കിട്ടിയതായിരുന്നു. അപ്പോൾ ജൂൺ 30-നെങ്ങാനും ഞാൻ നമ്മളെ കമ്പനിക്ക് ഓർഡർ കൊടുത്തിട്ട് അത് ഇതുവരെ എനിക്ക് ബാക്കി കിട്ടിയിട്ടില്ല. അപ്പോൾ ആ ഒരു ചേച്ചി ടോട്ടൽ 6 പീസ് മെറ്റീരിയലിന് ഓർഡർ തന്നതായിരുന്നു. പക്ഷേ എന്താ പറ്റിയെന്ന് പറഞ്ഞാൽ അവർ ഇതുവരെ അവിടെ എന്തോ ഹബ്ബിൽ വെള്ളം കയറിയെന്ന് പറഞ്ഞിട്ട് ഇതുവരെ അയച്ചിട്ടില്ല. അപ്പോൾ പിന്നെ പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്തോ, ഉള്ളത് അയച്ചേക്കെന്ന് പറഞ്ഞ് അങ്ങനെ അത് ഇതാ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ വേറൊരു സന്തോഷമുള്ള കാര്യങ്ങൾ പറയാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് നിന്നണ്ട് എനിക്ക് വാങ്ങി തന്നൊരു കമ്മലിൻ്റെ ബാക്ക് വീണു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ അത് മാസങ്ങൾക്ക് ശേഷം എൻ്റെ കയ്യിൽ കിട്ടി കേട്ടോ. അവിടെ നിന്നണ്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ആ കണ്ണാടീൻ്റെ മുന്നിൽ നിന്ന് സാരിയൊക്കെ എടുത്ത് മാറ്റിയപ്പോഴാണ് ഈ കമ്മൽ മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ എത്ര അടിച്ചു വാരിയിട്ടും അതൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ എങ്ങനെയാണെന്നറിയില്ല, ഞാൻ രാവിലെ എണീച്ച് മുടിയൊക്കെ ചീവി വെറുതെ ഒന്ന് നിലത്തേക്ക് നോക്കുമ്പോൾ ഉണ്ട് കമ്മലിൻ്റെ ആണി ഇങ്ങനെ താഴെ. ഞാൻ പെട്ടെന്ന് എന്നിട്ട് കണ്ണെല്ലാം തള്ളി ഇങ്ങനെ നിന്ന് പോയി കേട്ടോ. സത്യം പറഞ്ഞാൽ അന്നത്തെ ആ ഒരു ദിവസം ഡേ ഇൻ മൈ ലൈഫ് എടുക്കുന്നതെങ്കിൽ നമ്മളെ വീഡിയോയിൽ സത്യമായിട്ട് എൻ്റെ എക്സ്പ്രഷൻ പെട്ടിട്ടുണ്ടായിരിക്കും. കാരണം ഞാൻ അത്ര അത്ഭുതം, ഞാൻ കിട്ടൂല എന്ന് തന്നെ വിചാരിച്ചതായിരുന്നു. പക്ഷേ കിട്ടി കേട്ടോ. അപ്പം ഭയങ്കര സന്തോഷമായി. അപ്പം നമുക്ക് പാക്കിങ്ങിന് ഇത്തിരി സ്പീഡാക്കാം അല്ലേ. അങ്ങനെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞതാ റെക്കോർഡിനെയും കിടത്തി ഉറക്കി കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേ കാണാൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.